ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരന്റ്സ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളും അവിടുത്തെ മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റികളെയും പരിചയപ്പെടുത്തുന്ന വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറഞ്ഞ ഫീസിൽ MBBS പഠിക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. അഫോർഡബിൾ ട്യൂഷൻ ഫീസിൽ ടോപ്പ് നൗച്ചർ മെഡിക്കൽ എക്സ്പോഷേഴ്സ് നൽകി ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് സ്റ്റഡി MBBS ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് തഷ്കന്ത് മെഡിക്കൽ അക്കാദമി. ഉസ്ബെക്കിസ്ഥാൻ സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഹിസ്റ്റോറിക്കലി റിച്ചും റാപ്പിഡ്ലി ഗ്രോയിങ്ങുമായിട്ടുള്ള ഒരു നേഷനാണ്. ഈ സിൽക്ക് റോഡിന്റെ ഹെറിറ്റേജും എക്കോണമിക് ഗ്രോത്തും കൾച്ചറൽ ഐഡന്റിറ്റിയും ട്രഡീഷണൽ ഫുഡും കൊണ്ടൊക്കെ ഉസ്ബെക്കിസ്ഥാൻ ഒരു ഫാസിനേഷൻ ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് തഷ്കന്ത് മെഡിക്കൽ അക്കാദമി. 1931 മുതൽ തന്നെ മെഡിക്കൽ സയൻസ് ലോകത്തേക്ക് കടന്നു വന്ന യൂണിവേഴ്സിറ്റിയാണ് TMA. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് തഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിലെ MBBS പഠനത്തിന്റെ പ്രത്യേകതകളും ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ്, പ്രോഗ്രാം കരിക്കുലം, എൻട്രി റിക്വയർമെന്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്, ലിവിംഗ് എക്സ്പെൻസ് തുടങ്ങിയ ഒരു MBBS പഠിക്കാൻ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യം മെഡിക്കൽ സയൻസിൽ നടത്തിയ മെഡിക്കൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് അറിയാം. ഉസ്ബെക്കിസ്ഥാനിലെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു അബു അലി ബിൻ സീന. അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സർജറി, ഇൻഫെക്ഷസ് ഡിസീസസ്, അനാട്ടമി, ഫാർമക്കോളജി തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന് അഗാധമായ പരിജ്ഞാനം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ കനാൽ ഓഫ് മെഡിസിൻസ് എന്ന പുസ്തകം യൂറോപ്പിലും ഏഷ്യയിലും 600 വർഷത്തോളം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളായി ഉപയോഗിച്ചിരുന്നു. ഗ്ലോബൽ മെഡിസിൻ സെക്ടറിൽ കാർഡിയോളജി, ക്യാൻസർ ട്രീറ്റ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ടുണ്ട്. മെഡിക്കൽ റിസർച്ചും ഇന്നോവേഷൻ ടീമുകളും ഇവിടെ വളരെ സജീവമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മോഡൽ മെഡിക്കൽ ഫീൽഡിന്റെ മുന്നേറ്റത്തിന് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഈ തഷ്കന്ത് സിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഉസ്ബെക്കിസ്ഥാനിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തഷ്കന്തിൽ തന്നെയാണ് തഷ്കന്ത് മെഡിക്കൽ അക്കാദമി സ്ഥിതി ചെയ്തിട്ടുള്ളത്. ഈ സിറ്റി മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറും കൾച്ചറൽ ഹെറിറ്റേജും ഒരുപോലെ ബ്ലെൻഡ് ചെയ്താണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിറ്റിയിലേക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഇവിടെ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ്. തഷ്കന്തിന്റെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഓൾഡ് ട്രഡീഷണൽ മാർക്കറ്റ് ആയിട്ടുള്ള ചോർസോ ബസാറിൽ നിന്ന് തുടങ്ങാം. ഏഷ്യയിലെ തന്നെ ടോളസ്റ്റ് ടവർ ആയിട്ടുള്ള തഷ്കന്ത് TV ടവറിൽ നിന്ന് സിറ്റിയുടെ 360 ഡിഗ്രി വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാനാവും. കൂടാതെ ഈവനിങ്ങിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബ്രോഡ്വേ സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റിൽ നിങ്ങൾക്ക് കഫേസും സ്ട്രീറ്റ് ആർട്ടിസ്റ്റും ലൈവ് മ്യൂസിക്കും കൂടിയിട്ടുള്ള ഒരു വൈബ്രന്റ് വാക്ക് വേയും കൂടിയിട്ടാണ്. അതുപോലെ ട്രക്കിങ്ങും സ്വിമ്മിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് ചാർവാക് ലേക്കും ചിങ്മൻ മൗണ്ടൻസും ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കും. മറ്റൊന്ന് തഷ്കന്ത് സിറ്റി മാൾ ആണ്. ഇത് തഷ്കന്ത് സിറ്റി ഇന്റർനാഷണൽ ബിസിനസ് ഹബിന്റെ ഭാഗമാണ്. വേൾഡ് ക്ലാസ് ഷോപ്പിംഗ്, എന്റർടൈൻമെന്റ്, ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഇവിടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിന് അനുയോജ്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു അർബൻ മാർവലിൽ നിങ്ങൾക്ക് ഹൈ എൻഡ് ബൊട്ടീക്സും ഇന്റർനാഷണൽ ബ്രാൻഡ്സും സിനിമാസും എന്റർടൈൻമെന്റ് സോൺസും എന്നിങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവൈൽ ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസിനും ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ പ്രൈം ഡെസ്റ്റിനേഷൻ തന്നെയാണ് തഷ്കന്ത് സിറ്റി മാൾ. ഇനി നമുക്ക് ഈ തഷ്കന്തിലെ സേഫ്റ്റിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. 2023 സേഫ്റ്റി പെർസെപ്ഷൻ ഇൻഡെക്സ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്താണ് ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടായിരുന്നത്. സ്റ്റുഡൻസിന് യാതൊരുവിധ ഇൻകൺവീനിയൻസും വരാത്ത രീതിയിൽ 24/7 സെക്യൂരിറ്റി സർവൈലൻസ് ഉള്ള വളരെ സേഫും സെക്യൂറും ആയിട്ടുള്ള സ്റ്റഡി എൻവയോൺമെന്റ് ആണ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഉറപ്പുവരുന്നത്. പൊതുവെ ഉസ്ബെക്കികൾ വളരെ നൈസും വെൽക്കമിങ്ങും ആയിട്ടുള്ളവരാണ്. ഹിന്ദുസ്ഥാനികളെ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അക്കാഡമിക് അല്ലെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസിന് നമ്മുടെ മലയാളി സീനിയർ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ TMAയിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ ലൈഫും അക്കാഡമിക് ലൈഫും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്കിനി യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നൈസേഷൻസിനെ കുറിച്ചിട്ട് നോക്കാം. മൾട്ടിപ്പിൾ അക്രിഡിറ്റേഷൻസും റെക്കഗ്നൈസേഷൻസും ഉള്ളത് കൊണ്ട് തന്നെ വേൾഡ് വൈഡ് നിങ്ങളുടെ ഡിഗ്രി അക്സെപ്റ്റഡ് ആണ്. WHO, WDOMS, മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉസ്ബെക്കിസ്ഥാൻ, ഫെയ്മർ എന്നിവയുടെ എല്ലാവിധ അക്രിഡിറ്റേഷൻസും TMAക്ക് ഉണ്ട്. ഈ അക്രിഡിറ്റേഷൻസിന് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും അതുപോലെ കൊറിയയിലും റഷ്യയിലും ഒക്കെ ഉള്ള മെഡിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റികളുമായിട്ട് തഷ്കന്ത് മെഡിക്കൽ അക്കാദമി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ട കാര്യങ്ങളാണ് NMC ഗൈഡ് ലൈൻസ്. നമ്മളുടെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ അബ്രോഡ് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡറേഷൻ ചെയ്യേണ്ട കാര്യമാണ് NMC ഗൈഡ് ലൈൻസ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡ്യൂറേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, WHO റെക്കഗ്നൈസേഷൻസ്, മെഡിക്കൽ ലൈസൻസ് എലിജിബിലിറ്റി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ പ്രോഗ്രാം എന്നിവയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഏത് കൺട്രിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താലും NMCയുടെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എംബസിയുടെ വെബ്സൈറ്റിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. TMAയിൽ പഠിച്ചാൽ നിങ്ങൾക്ക്
കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ തന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് FMG നെക്സ്റ്റ് എക്സാം എഴുതി പാസ്സായിട്ട് ഇവിടെ ഒരു PG ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനോ സാധിക്കും. 2025 FMG എക്സാം പാസിംഗ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 30% അതിൽ വന്നിട്ടുള്ളത്. അതായത് 100-ൽ 30 ഡോക്ടർമാർ പാസ്സായി എന്നുള്ളതാണ്. നല്ല രീതിയിൽ പഠിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് വലിയൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്കേ അല്ല. ഇന്ത്യയിൽ പഠിച്ചവരും വിദേശത്ത് പഠിച്ചവരും ഒരുപോലെ അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആണ് NMC നെക്സ്റ്റ് എക്സാമിനേഷൻ. ഇന്ത്യയിൽ MBBS പഠിച്ച സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയാണ് ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് നെക്സ്റ്റ് എക്സാമും എഴുതുന്നത്. ഇനി നമുക്ക് ഈ TMAയിലെ പ്രോഗ്രാം ഡ്യൂറേഷനും അതുപോലെ തന്നെ MBBS കരിക്കുലത്തെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. 12 സെമസ്റ്ററുകളിലായിട്ട് 6 വർഷത്തെ MBBS പ്രോഗ്രാം ആണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ തന്നെയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ക്ലിനിക്കൽ മെഡിസിൻസ് ആണ്. എന്തുകൊണ്ടും നമ്മളെ മക്കളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബെസ്റ്റ് ക്ലിനിക്കൽ നോളജ് ലഭിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലിനിക്കൽ ട്രെയിനിങ്ങോട് കൂടെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ വർഷങ്ങളിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു സമയം അനാട്ടമി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ്, ഫിസിയോളജി തുടങ്ങിയ ബേസിക് മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകളിലാണ് കോഴ്സുകൾ തുടങ്ങുന്നത്. ഇതോടുകൂടെ തന്നെ നമ്മളുടെ മെഡിക്കൽ സബ്ജക്റ്റുകളും ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം തന്നെ നമ്മൾ ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സർജറി, ഇന്റേണൽ മെഡിസിൻസ്, ഗൈനക്കോളജി, ഓർത്തോ, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി മെഡിസിൻസ് പോലെയുള്ള സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം ആണ് ഈ വർഷത്തിൽ നിങ്ങൾ പഠിക്കുന്നത്. അവസാനത്തെ ഒരു വർഷമാണ് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. പഠന സമയത്ത് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസ് ഇന്ററാക്ഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻസും ചെയ്തുകൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാനിലെ MBBS കരിക്കുലം മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലെ എക്സാമുകളെ കുറിച്ചിട്ട് അറിയാം. MBBS ഗ്ലോബലി ഫോളോ ചെയ്യുന്നത് ഏതാണ്ട് ഒരേ ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് പ്രീ ക്ലിനിക്കൽ ഫേസിലും ക്ലിനിക്കൽ ഫേസിലും റിട്ടേൺസ് എക്സാമുകളും ഓറൽ എക്സാമുകളും പ്രാക്ടിക്കൽസ് എക്സാമുകളും ഉണ്ടായിരിക്കും. റിട്ടേൺ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻഡ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്നിവയാണ് ഉണ്ടായിരിക്കുന്നത്. സെമസ്റ്റർ എക്സാമുകളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ പോലും വൈവ എക്സാമുകളും ഇതിനോടുകൂടെ ഉണ്ടായിരിക്കുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാംസും ക്ലിനിക്കൽ എക്സാമുകളും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് ഫൈനൽ ഇവാലുവേഷൻ സെഷൻസ് എക്സാമുകളും ക്ലിയർ ചെയ്യണം. ഈ ഒരു സമയത്ത് നിങ്ങൾ റിയൽ ടൈം പേഷ്യൻസ് ഡയഗ്നോസിസ് ആണ് നിങ്ങൾ ഈ ഒരു സെഷൻസ് എക്സാമിൽ പെർഫോം ചെയ്യേണ്ടത്. എക്സാം പാറ്റേൺസ് ഒരുവിധമുള്ള എല്ലാ രാജ്യവും ഫോളോ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ഇതിന് പുറമെ ഗ്രൂപ്പ് വൈസ് എക്സാമിനേഷനും നടത്താറുണ്ട്. ഇനി നമുക്ക് TMAയിലത്തെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടും ക്ലിനിക്കൽസിനെ കുറിച്ചിട്ടും കൂടുതൽ അറിയാം. ക്ലിനിക്കൽ റൊട്ടേഷൻ ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ഹോസ്പിറ്റൽസും ക്ലിനിക്കുകളും ഇവിടെയുണ്ട്. റിപ്പബ്ലിക്കൻ ക്ലിനിക്കൽ ഹോസ്പിറ്റൽസ്, തഷ്കന്റ് സിറ്റി ക്ലിനിക്കൽ ഹോസ്പിറ്റൽ, തഷ്കന്റ് എമർജൻസി മെഡിക്കൽ സെന്റർ, റിപ്പബ്ലിക്കൻ സ്പെഷ്യലൈസ്ഡ് സർജറി സെന്റർ തുടങ്ങിയ 7ഓളം യൂണിറ്റുകളാണ് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ളത്. കമ്പൈൻഡ് ആയിട്ട് ഏതാണ്ട് 1500ഓളം ബെഡ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ഉപയോഗിച്ച് റിയൽ ടൈം പേഷ്യൻസ് ഇന്ററാക്ഷൻസും നടത്താനും കഴിയും. മികച്ച ഒരു റിയൽ ടൈം ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടിയാലാണ് ഓരോ MBBS സ്റ്റുഡൻസും കോൺഫിഡന്റ് ആയിട്ട് റിയൽ ലൈഫിൽ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും നല്ലൊരു ഡെഡിക്കേറ്റഡ് ഡോക്ടറായിട്ട് മാറാനും സാധിക്കുകയുള്ളൂ. നമുക്കിനി തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ പരിചയപ്പെടാം. അക്കാഡമീഷ്യൻസ്, പ്രൊഫസേഴ്സ്, അസിസ്റ്റന്റ് ലെക്ചേഴ്സ്, ഡോക്ടർ ഓഫ് സയൻസസ്, PhD ഹോൾഡേഴ്സ് എന്നിങ്ങനെ 200ഓളം ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് സ്റ്റുഡൻസിനായിട്ട് ഇവിടെ ഉള്ളത്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊളാബറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യാനും റെസിഡൻഷ്യലിപ്പ് ചെയ്യാനും ഒരുപാട് സഹായിക്കും. ഭാവിയിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. നമുക്കിനി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രി ക്രൈറ്റീരിയനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിലായിട്ട് +2-ന് 60% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ നീറ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം എന്നതും TMAയിൽ അഡ്മിഷൻസ് കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. ഏജ് ഗ്രൂപ്പ് വരുന്നത് ഏതാണ്ട് 18 മുതൽ 25 വയസ്സിനിടയിലുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിക്കുക. തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലത്തെ ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ അഡ്മിഷൻസ് കൺഫേം ആവുകയുള്ളൂ. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളിലെ ഇൻടേക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2 ഇൻടേക്ക് ആണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. സെപ്റ്റംബർ ഇൻടേക്കും അതുപോലെ തന്നെ ജാനുവരി ഇൻടേക്കും. സെപ്റ്റംബർ ഇൻടേക്ക് ആണ് മേജർ ആയിട്ടുള്ള ഇൻടേക്ക്. TMAയിൽ നേരത്തെ അഡ്മിഷൻസ് എടുക്കുന്നവർക്കാണ് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ക്ലാസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. TMA നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ആദ്യം അപ്ലൈ ആക്കുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂവിനുള്ള സ്ലോട്ട് ലഭിക്കുകയുള്ളൂ. ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു സീറ്റ് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്ത് ഓഫർ ലെറ്റർ എടുത്തു വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ആൻഡ് മെസ് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. TMAയിലെ ട്യൂഷൻ ഫീസ് വരുന്നത് ഇയർലി $3500 ആണ്. ഏതാണ്ട് 3 ലക്ഷം ഇന്ത്യൻ രൂപയോളമാണ് വരുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലും മെസ്സും എടുക്കേണ്ടതാണ്. ഹോസ്റ്റൽ ഫീസ് വരുന്നത് ഏതാണ്ട് $700 ആണ്. ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 61,000 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ മെസ്സിന്റെ ഫീസ് നോക്കുകയാണെങ്കിൽ തന്നെ $1200
ആണ് ഒരു വർഷത്തെ മെസ് ചാർജ് ആയിട്ട് വരുന്നത്. ഏതാണ്ട് 1,04,000 രൂപയോളമാണ് അത് വരുന്നത്. നമ്മുടെ പല സ്റ്റുഡൻസും ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയെ പുറത്ത് പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സ് ആണ് തിരഞ്ഞെടുക്കാറ്. ഇത് നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹെൽത്തിയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. ഡയറി പ്രൊഡക്ട്സ്, ഗ്രോസറി പ്രൊഡക്ട്സ്, റൈസ്, ഗ്രെയിൻസ്, മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൈസുകൾ നാട്ടിൽ നിന്നും കൊണ്ടുപോകുന്നതാണ്. ഗ്രോസറിയും അതുപോലെ തന്നെ ഡെയിലി എക്സ്പെൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10,000 രൂപയോളമാണ് മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. ഷെയറിംഗ് അപ്പാർട്ട്മെന്റ്സ് ആണ്. രണ്ടാമത്തെ വർഷം മുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് $100 മുതലാണ് അതിന്റെ ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 8,700 ഇന്ത്യൻ രൂപ മുതൽ നിങ്ങൾക്ക് മന്ത്ലി അക്കോമഡേഷന് ചാർജസ് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള ട്രാവലിംഗും അതുപോലെ അവിടുത്തെ ലോക്കൽ കറൻസിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എയർപോർട്ട് വരുന്നത് താഷ്കന്തിലെ ഇസ്ലാം കരീമോവ് താഷ്കന്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. എയർപോർട്ടിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. നോർമലി കേരളത്തിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുക്കാറ്. കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കും, ഡൽഹിയിൽ നിന്ന് നമ്മൾ താഷ്കന്തിലേക്കുമാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാറ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജസ് വരുന്നത് ഏതാണ്ട് 20,000 രൂപ മുതലാണ്. ഉസ്ബെക്കിലെ ലോക്കൽ കറൻസി വരുന്നത് ഉസ്ബെക്കിസ്ഥാൻ സോം ആണ്. 10,000 സോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 67 ഇന്ത്യൻ രൂപയാണ്. താരതമ്യേന ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇനി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്ക് ഹോട്ട് സമ്മേഴ്സും കോൾഡ് വിന്റേഴ്സും മൈൽഡ് ഓട്ടംസും അതുപോലെ സ്പ്രിംഗും ഉൾപ്പെടുന്ന ഒരു കോണ്ടിനെന്റൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് വരുന്നത്. ഡിസംബർ മുതൽ ഏതാണ്ട് മാർച്ച് വരെയാണ് നമുക്ക് വിന്റർ സീസൺ വരുന്നത്. പൊതുവെ വിന്റർ സീസണിൽ അനുകൂലമായിട്ടുള്ള ഒരു മോഡറേറ്റ് തണുപ്പാണ് വരുന്നത്. തുടർന്ന് സ്പ്രിംഗും സമ്മറും ഓട്ടമും മഴയും എല്ലാം കൂടിയിട്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് തഷ്കന്തിൽ ഉള്ളത്. വിന്റർ സമയത്ത് നമ്മുടെ മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ടെമ്പറേച്ചർ ഡ്രോപ്പ് മാത്രമാണ് സാധാരണഗതിയിൽ ഇവിടെ വരുന്നത്. വെയിലും മഴയും മാത്രം കൊണ്ട് ശീലിച്ച നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടേക്ക് ഈ ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് എൻജോയ് ചെയ്യാൻ ഒട്ടനവധി ടൂറിസ്റ്റുകളാണ് എല്ലാ വർഷവും എത്താറ്. ഇനി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലത്തെ സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. ഇവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മലയാളി സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി അത്രക്കും സ്ട്രോങ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ലൈഫ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസിന്റെ ബാനറിൽ ഇവിടെ കൾച്ചറൽ ഇവന്റ്സ്, സ്റ്റുഡൻസ് മീറ്റപ്പ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളെല്ലാം നടക്കാറുണ്ട്. നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസുകളായിട്ടുള്ള ഓണം, വിഷു കൂടാതെ ഈദ്, ഹോലി, ദിവാലി, ക്രിസ്മസ് പോലെയുള്ള എല്ലാ ഇവന്റ്സും ഇവിടെ വളരെ ആഘോഷപൂർവ്വം നടത്താറുണ്ട്. ഇനി നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ആഫ്റ്റർ MBBS ഇൻ TMA എന്നതിനെ കുറിച്ചിട്ടാണ്. തഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ MBBS പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ലഭിക്കുന്നു. കാർഡിയോളജി, സർജറി, റേഡിയോളജി, ഓങ്കോളജി തുടങ്ങിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്പെഷ്യലൈസേഷനിലും നിങ്ങൾക്ക് PG ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുമെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗം പേർക്കും നാട്ടിൽ തിരിച്ചു വന്നിട്ട് PG ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഡോക്ടറായിട്ട് ജോലി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അബ്രോഡ് MBBS പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവർ പ്രധാനമായും അറ്റൻഡ് ചെയ്യേണ്ട എക്സാം ആണ് FMG ഓർ NMC നെക്സ്റ്റ് എക്സാമിനേഷൻ. ഈ ഒരു ടെസ്റ്റ് പാസ്സായാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ലൈസൻസ് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ തന്നെ 2024 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ടോട്ടൽ MBBS സീറ്റ് വെറും 1,09,153 ആണ്. നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണമാണെങ്കിൽ 23,33,297 ആണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവാനുള്ള ഒരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് വെറും 4.68% മാത്രമാണ്. ഈ ഒരു 4% വരാനാണ് നിങ്ങൾ നീറ്റ് വിത്ത് +1 +2 അത് കഴിഞ്ഞ് നീറ്റ് കോച്ചിങ്, പിന്നെ നീറ്റ് റിപ്പീറ്റ്, പിന്നെ നീറ്റ് റിപ്പീറ്റ്, ഇങ്ങനെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും വെറും 4% മാത്രമാണ് ഇന്ത്യയിൽ ഒരു MBBS സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് +2 96% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ഒന്നും കൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് 96% കുറവാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ എബ്രോഡ് MBBS ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിച്ച് ഡോക്ടർ ആവാനുള്ള ചാൻസ് വെറും 4%, എബ്രോഡ് പഠിച്ച് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവാനുള്ള ചാൻസ് 30% എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളിനി ഈ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ തന്നെ 1920 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു അക്കാദമി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെസ്റ്റ് മെഡിക്കൽ എക്സ്പോഷേഴ്സ് ലഭിക്കും. മറ്റ് പല MBBS ഡെസ്റ്റിനേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് നിങ്ങൾക്ക് കുറവാണ് എന്നത് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഉസ്ബെക്കിലെ താഷ്കന്റ് മെഡിക്കൽ അക്കാദമി തീർച്ചയായും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ബെസ്റ്റ് ക്വാളിറ്റി MBBS ഓപ്ഷൻസ് ആണ്. ഉസ്ബെക്കിസ്ഥാനിലെ MBBS അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വിദേശത്തെ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ
ഫ്രണ്ട്സിനോ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അബ്രോഡ് MBBS സംശയങ്ങളും നിങ്ങൾക്ക് ലൈക്കായും കമന്റായും നിങ്ങൾക്ക് അറിയിക്കാം. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഫീസിൽ ഏറ്റവും മികച്ച ഫെസിലിറ്റീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ഗ്ലോബലി അക്രഡിറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. MBBS പഠിക്കാൻ വേൾഡ് ക്ലാസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.